പണപ്പെട്ടി എടുത്തോണ്ട് പോയിട്ട് നമ്മുടെ കണ്ണമ്പായി പിന്നീട് പൊങ്ങിയത് ഇന്നാണ് കേട്ടോ. അതും വന്ന പാടെ പുള്ളി അഭിമാനത്തോടെ പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്, എന്നെ പുറത്താക്കിയതല്ല ഞാൻ പുറത്തായതാണ് എന്ന്. മാസാണേ, മാസ്. നിങ്ങൾ ആ ബീജം ഇട്ട് കൊടുത്ത ടാങ് ആ ഒരു വിടലൊക്കെ ഒരു സൈഡിൽ നടപ്പുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ലൈവിനകത്ത് നന്ദനയോടിരുന്ന് പറയുന്നത് കേട്ടു, ജിൻഡോ, ജാസ്മിൻ ഇവരാണ് കണ്ടന്റ് ഡെലിവർ ചെയ്ത ടോപ്പ് നോച്ച് പ്ലേയേഴ്സ്. ഇവരിൽ ആര് എന്ന് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും ജാസ്മിൻ എന്ന്. ബിക്കോസ് എന്ന് മാത്രം നിങ്ങൾ ചോദിക്കരുത്, കാരണം അങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ കണ്ണമ്പായിക്ക് ഉത്തരം മുട്ടും. പുള്ളി ജാഫ്രിക്കയുടെ കൂടെ ഒരു കൊളാബറേഷൻ ഒക്കെ ചെയ്ത് അവസാന നിമിഷം ജിൻഡോയെ പൂട്ടാനായിട്ട് നിൽക്കുവാണല്ലോ. ഞാൻ കണ്ടായിരുന്നു ആ വീഡിയോ ഒക്കെ. ഏജന്റിന്റെ സർജിക്കൽ സ്ട്രൈക്ക്. ഞാൻ കാത്തിരിക്കുകയാണ് കേട്ടോ ആ ഒരു കൊളാബൊക്കെ കാണാനായിട്ട്. എന്നാണ് റിലീസ് ചെയ്യുന്നത്? ഇന്നാണോ, ഇന്ന് രാത്രിയോ, നാളെയോ എന്നാണെന്ന് അറിയത്തില്ല. എന്തായാലും വോട്ടിംഗ് ലൈൻ തീരുന്നതിന് മുന്നേ തന്നെ ആ ഒരു വീഡിയോ റിലീസ് ചെയ്യണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. പിന്നെ പുള്ളിയുടെ പേഴ്സണൽ ഒപ്പീനിയനെ ഞാൻ മാനിക്കുന്നു. പുള്ളിക്ക് പുള്ളിയുടെ ഒപ്പീനിയൻ പറയാനുള്ള എല്ലാ ഫ്രീഡവും ഉണ്ട്. പക്ഷെ ജിൻഡോയോട് സായിക്ക് എന്താണ് ഇത്ര ചുരുക്കം എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ. സത്യമായിട്ട് എനിക്ക് മനസ്സിലാവുന്നില്ല. പുള്ളിക്ക് ഇത്രയും പ്രേക്ഷകരുടെ സപ്പോർട്ട് ഉണ്ട് എന്നൊരു സത്യം ഉൾക്കൊള്ളാൻ പറ്റുന്നില്ലേ സായിക്ക്? ഇത്രയും വോട്ട് ഷെയർ കിട്ടി ജയിക്കും എന്നൊരു സത്യം സായിക്ക് എന്താ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല? ഈ രണ്ട് ചോദ്യം എനിക്ക് സായിയോട് ഉള്ളൂ. പുള്ളിയുടെ അഭിപ്രായത്തോട് ഒരു രീതിയിൽ ഞാൻ വിയോജിക്കുന്നില്ല. നോ കമന്റ്സ് ഓൺ ദാറ്റ്. ജിൻഡോ ഓർ ജാസ്മിൻ, ജാസ്മിന്റെ പുള്ളി പറഞ്ഞു, പുള്ളിയുടെ അഭിപ്രായമാണ് പുള്ളി പറഞ്ഞത്. പക്ഷെ ജിൻഡോയുടെ എന്താണ് ഇത്ര ചുരുക്ക്? ജാസ്മിൻ കണ്ടന്റ് കൊടുത്തിട്ടുണ്ട്, ചർച്ചാ വിഷയമായിട്ടുണ്ട്, എല്ലാം ഒരു സൈഡിലുണ്ട്. ഓക്കെ, സമ്മതിച്ചു, ജാസ്മിൻ ജയിക്കാൻ കുറെയൊക്കെ ഡിസേർവിംഗ് ആണ്. പക്ഷെ ഇൻഡിവിജ്വൽ ആയിട്ട് കളിച്ചു എന്നൊരൊറ്റ ചോദ്യത്തില് ജാസ്മിന്റെ എല്ലാ ഗെയിമും തീർന്നു. ജാസ്മിൻ ഇൻഡിവിജ്വൽ ആയിട്ടല്ല കളിച്ചത്. ഒരു സപ്പോർട്ട് പലപ്പോഴും ജാസ്മിന് പലരുടെയും കയ്യിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. ജിൻഡോയ്ക്ക് അങ്ങനെയാണോ? നിങ്ങളൊന്ന് ഓർത്ത് നോക്കി, ആലോചിച്ച് നോക്കിയേ. ജിൻഡോയ്ക്ക് അങ്ങനെയായിരുന്നു? ജിൻഡോ ഒറ്റയ്ക്ക് നിന്നല്ലേ ഇവിടം വരെ എത്തിയത്?